ഹായ് കൂട്ടുകാരെ, ഞാൻ എൻ്റെ ബീട്രൂട്ട് തോരൻ വെക്കാൻ പോകുന്നത്. ഞാൻ അടുക്കളയിൽ നിൽക്കുക കേട്ടോ. ഞാൻ എൻ്റെ കാണിക്കാൻ കേട്ടോ. ഈ ചെനിച്ചട്ടി ഒന്ന് ചൂടാകട്ടെ. ഒന്ന് ചൂടാകട്ടെ, ചട്ടി ഒന്ന് ചൂടാകട്ടെ. വെള്ളമുണ്ട് കേട്ടോ. ചട്ടി ചൂടായി വരുന്നതേ ഉള്ളൂ. വേണ്ട, ഇനി വേണ്ട, എണ്ണ ഒഴിക്കാൻ പോകുന്നു കേട്ടോ. ചട്ടി ചൂടായി, എണ്ണ ഒഴിക്കാൻ പോകുന്നു. എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടായിട്ട് നമുക്ക് കടുക് ഇടാം കേട്ടോ. എണ്ണ ചൂടായെന്ന് തോന്നുന്നു. ഇനി ഇച്ചിരി കടുക് ഇടാം. ഇച്ചിരി കടുക് ഇട്ട് കേട്ടോ. പൊട്ടട്ടെ, കടുക് പൊട്ടട്ടെ. നടുക്ക് എണ്ണ നിൽക്കത്തില്ല കേട്ടോ. സൈഡിലെ എണ്ണ വന്ന് കിടക്കത്തുള്ളൂ. അങ്ങനെ പെട്ടെന്ന് കടുക് പൊട്ടാൻ പാട്. കടുക് പൊട്ടുന്നുണ്ട്. വന്നേ, 2 വറ്റൽമുളക് ഇടുക കേട്ടോ. നല്ല വറ്റൽമുളക്. ഒന്ന് ഉള്ളി ഇടേണ്ട കാര്യമില്ല. ഉള്ളി ഇതിനകത്തുള്ളത് കൊണ്ട് ഉള്ളി ഇടേണ്ട കാര്യമില്ല. വറ്റൽമുളക് ഇട്ട് ഇനി ഇതിനകത്ത് കറിവേപ്പില, സവാള കൊത്തിപ്പൊടിച്ചത്, കറിവേപ്പില, പച്ചമുളക്, ബീട്രൂട്ട്. നമുക്ക് ബീട്രൂട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളത് ഇതെല്ലാം ബീട്രൂട്ട്, സവാള, പച്ചമുളക്, കറിവേപ്പില ഉണ്ടാ. ഇനി നമുക്ക് അരപ്പിടാം. വെളുത്തുള്ളി, ജീരകം, തേങ്ങ, മഞ്ഞപ്പൊടി. തേങ്ങയും വെളുത്തുള്ളി, ജീരകവും മഞ്ഞപ്പൊടിയും. ഇത് നമുക്ക് അങ്ങോട്ടൊന്നും ഇടാം. അതെ, അരപ്പിട്ടേ. നമുക്കൊരു ശകലം ഉപ്പിടണ്ടായോ. എനിക്ക് കൈ കൊണ്ടേ ഉപ്പിടാൻ അറിയത്തുള്ളൂ കേട്ടോ. സ്പൂണ് കൊണ്ടൊന്നും അറിയത്തില്ല. കൈയാ എനിക്കൊരു അടയാളം ഉപ്പിടാൻ. ഉപ്പിട്ടേ നമുക്കൊന്നും കൂടെ മിക്സാക്കേ. ഒന്നും കൂടെ മിക്സാക്കി എടുക്കാം. കണ്ട, നിങ്ങളുടെ മിക്സാക്കി എടുക്കാം. എനിക്ക് വെള്ളം ഒഴിക്കുന്നൊന്നും ഇഷ്ടമല്ല. വെള്ളം ഒഴിക്കാതെ ഞാൻ ചെയ്യുന്നത്. അത് വെള്ളം ഒഴിക്കാതെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഗ്യാസ് അങ്ങ് ഓഫാക്കും അല്ല, കുറച്ചിടും. ഗ്യാസ് ഫുള്ളെ കുറച്ചിടും. തീ കുറച്ചിടും. ഇനി ഒന്ന് മൂടി വെക്കാം. ഗ്യാസ് തീരെ കുറച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചേർത്ത് ഇനി നമുക്കൊന്ന് മൂടി വെക്കാം. ആദ്യം കൊണ്ടത് വെന്തെടുക്കണം. അതാ രുചി. വെള്ളം ഒഴിച്ചാൽ ഒരു സ്വാദുമില്ല. വെള്ളം ഒഴിച്ചാൽ ഒട്ടും സ്വാദില്ല. വെള്ളം ഒഴിക്കാതെ ആവി കൊണ്ട് ഏത് തോരനായാലും മെഴുക്ക് പുരട്ടി ആയാലും എല്ലാം വെള്ളം ഒഴിക്കാതെ നമ്മൾ ചെയ്തെടുത്താൽ അതിനൊരു പ്രത്യേക രുചിയാണ്. ആ സമയം വെള്ളം ഒഴിച്ച് വേവിച്ചാൽ അത് കൊള്ളത്തില്ല. പിന്നെ എൻ്റെ അടുക്കളയൊക്കെ കണ്ടോ? നിങ്ങൾ എൻ്റെ അടുക്കളയെല്ലാം കണ്ടല്ലോ. ഇതാണ് ഇതുപോലെ ഞാൻ അടുക്കളയൊക്കെ കാണിച്ച്. ഞാൻ കഞ്ഞി വെക്കുന്ന കണ്ടുകൊണ്ട് ഞാൻ അടുക്കളയൊക്കെ കഞ്ഞി വെച്ചുകൊണ്ടിരുന്നാൽ ഞാൻ അടുക്കളയെല്ലാം കാണിച്ചു കേട്ടോ. അന്നേരം എനിക്ക് പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ട കമൻ്റൊക്കെ വന്ന്, ഓ ഇതാണോ ഇതിനീ പാവങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒന്നും തരാനോ പിടിക്കാനൊന്നും അല്ല. എന്നാലും ഞാൻ എൻ്റെ ജീവിത കാര്യങ്ങളും എൻ്റെ വീട് കാണിച്ചു. എൻ്റെ വീടല്ല, എൻ്റെ സ്വന്തം വീടല്ല, ഇത് വാടക വീടാണ്.
സ്വന്തം വീടല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. കൂട്ടുകാരെ, നമുക്ക് നേരത്തെ അടച്ചു വെച്ചതേ ബീട്രൂട്ട് തോരൻ അടച്ചു വെച്ച് നമ്മൾ തീ അരിച്ച് ചൂട് വേവിച്ചല്ലോ. നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ വെന്തോന്ന്. ഓ വെന്ത് കേട്ടോ, നല്ല സൂപ്പറായിട്ട് വെന്ത് കേട്ടോ. എന്താ നല്ല ഇതായിട്ട് നമുക്കൊന്ന് ഇച്ചിരി തിന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്, സ്വാദുണ്ടോ നോക്കേ. നമുക്ക് ഇച്ചിരി ശകലം തിന്ന് നോക്കാം. ഓ നല്ല സ്വാദുണ്ട്, നല്ല സ്വാദ് കേട്ടോ, നല്ല രുചിയുണ്ട്. വെള്ളം തൊടാതെ ചെയ്തതാ, നല്ല ഉണ്ട്. ഇനി എൻ്റെ അമ്മയുടെ വീടൊക്കെ കാണിക്കാം. എൻ്റെ അടുക്കളയൊക്കെ കണ്ടോ? എന്താ അടുക്കളയൊക്കെ കണ്ടോ? അടുക്കളയൊക്കെ കാണിക്കാം നമുക്ക്. ഇതൊക്കെ എൻ്റെ അടുക്കള. എൻ്റെ വീടല്ല, വാടകയ്ക്കാന്നേ. വേണ്ട കണ്ടോ, ഇതൊക്കെ അമ്മ ഇവിടെയൊക്കെ കാണിക്കാം. വേണ്ട നല്ല വൃത്തികേടായിട്ടാണ് കിടക്കുവാൻ തോന്നുന്നുണ്ട് വന്ന. എന്താ ഞാൻ വരുവാ കേട്ടോ, ഞാൻ വരുവാ. ഇതൊന്ന് കൊണ്ട് വെച്ചിട്ട് വരട്ടെ. വേണ്ട ഇതൊക്കെ ഞങ്ങൾ കിടക്കുന്ന റൂം, ഞാൻ കിടക്കുന്ന റൂമാണ് ഇതൊക്കെ. പിന്നെ വേണ്ട കണ്ടില്ലേ നമ്മള് കണ്ട ഇവിടെ ഒന്നും വൃത്തിയൊന്നും ഇല്ല കേട്ടോ, വൃത്തിയൊന്നും ഇല്ല. ഇത് കൊച്ചു ചേർക്കാൻ കൊച്ചുമോൻ കിടക്കുന്ന റൂമാ. കൊച്ചുമോൻ പഠിക്കുന്നതാണ്ട, കൊച്ചുമോൻ പഠിക്കുന്നതും പുസ്തകവും ബുക്കുമൊക്കെ. പിന്നെ വേണ്ട പരിസരം കാണിക്കാം കേട്ടാ, നമ്മൾ വെളിയിലോട്ടൊക്കെ കാണിക്കാം. വാ വെളിയിലൊക്കെ കാണിക്കാം. ഉണ്ട് ഇതൊക്കെ ഞങ്ങളുടെ മിറ്റമായത് കേട്ടോ, ഞങ്ങളുടെ വാതിലാണ് ഇതൊക്കെ. ഞങ്ങളുടെയെന്ന് പറയാനൊക്കത്തില്ല, വാടക വീടായതുകൊണ്ട് ഞങ്ങളെന്ന് പറയാനൊക്കത്തില്ല. അപ്പോൾ നമുക്ക് ഇവിടെ കാണിക്കാം, 4 ചുറ്റും കാണിക്കാം. വേണ്ടത് കണ്ടോ, ഇവിടെയൊക്കെ കാണിക്കാം. ഇങ്ങോട്ട് കൊണ്ടുവാ, ഇതൊക്കെ കണ്ടോ, ഇവിടെ